കുട്ടികളിൽ ഫോൺ അഡിക്ഷൻ എങ്ങനെ ഒഴിവാക്കാം? നമ്മുടെ ഇന്നത്തെ ചർച്ച അതുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ മാതാപിതാക്കൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 8 മാസം 6 മാസമായ കുട്ടികളെ പോലും ഭക്ഷണം കഴിപ്പിക്കുന്നത് ആ ഫോൺ എടുത്ത് അങ്ങോട്ട് കൊടുക്കുന്നു, അതിലെന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കൊടുത്തിട്ട് കുട്ടിയുടെ കയ്യിൽ അതും കൊടുക്കുകയാണ്. കുട്ടി അത് വെച്ചിട്ട് ഫോൺ കണ്ട് അമ്മ ഇങ്ങനെ പുറകിലൂടെ വന്ന് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയാണ്. അഥവാ ആ ഫോണങ്ങ് മാറ്റിയാൽ കുട്ടിയൊന്നും കഴിക്കുന്നില്ല. ഫോൺ കൊടുത്താലോ ആവശ്യത്തിന് കഴിക്കാം. അപ്പോൾ അമ്മയ്ക്ക് കുട്ടിയുടെ പുറകെ ഓടേണ്ട, കുട്ടി ഒരിടത്ത് ഇരുന്നോളും, അമ്മയ്ക്കും എളുപ്പം കുട്ടിക്കും എളുപ്പം. പ്രിയമുള്ളവരെ, ഈ ചിന്തയാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ നാശത്തിൻ്റെ അടിസ്ഥാനം. ഒരിക്കലും ഫുഡ് കൊടുക്കാനായി ഫോൺ ഉപയോഗിക്കരുത്. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് യാതൊരു കാരണവശാലും അവർക്ക് ഫോൺ നൽകാൻ പാടില്ല. 1. 2, എന്ത് കാരണം കൊണ്ടും കോംപ്ലിമെന്ററി ആയി ഫോൺ നൽകരുത്. ഉദാഹരണം, നീ ഫുഡ് കഴിക്കൂ, ഞാൻ ഫോൺ തരാം. നീ ആ പാഠം പഠിക്കൂ, ഞാൻ ഫോൺ തരാം. നീ ഇന്ന ജോലികൾ വീട്ടിൽ ചെയ്യൂ, ഞാൻ നിനക്ക് ഫോൺ തരാം. ഇന്ന കാര്യങ്ങൾ നീ പഠിക്കൂ, എങ്കിൽ ഞാൻ ഫോൺ 1 മണിക്കൂർ തരാം. ഇങ്ങനെ ഫോണിനെ വെച്ച് ഒരു വിലപേശൽ കുഞ്ഞുങ്ങളോട് നടത്തരുത്. കുട്ടിയും തിരിച്ചതുപോലെ പറയും, അമ്മ എനിക്ക് 1 മണിക്കൂർ ഫോൺ തരുമോ, എന്നാൽ ഞാൻ പഠിക്കാം. എനിക്ക് 1 മണിക്കൂർ ഫോൺ തരുമോ, എന്നാൽ ഞാൻ ഈ ജോലി ചെയ്യാം. അമ്മമാർ വിചാരിക്കും എത്ര ഈസി. ഇത് നാശമാണ്, ഇത് ചെയ്യരുത്. തുടക്കത്തിൽ ഇത് വിജയിക്കുമെങ്കിലും പിന്നത്തേതിൽ ഇതൊരു വലിയ പരാജയമായിട്ട് മാറും. 2, ഫോൺ വെച്ച് കുഞ്ഞുങ്ങളെ വിലപേശരുത്. 3, ഗിഫ്റ്റായി 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫോൺ ഒരിക്കലും കൊടുക്കരുത്. കാരണം ഫോൺ ഒരു ഗിഫ്റ്റ് അല്ല. ഫോൺ ഗിഫ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. പലപ്പോഴും മാതാപിതാക്കൾ കുട്ടികൾക്ക് ഫോൺ ഗിഫ്റ്റ് ചെയ്യുന്നത് അവരുടെ നാശത്തിന് കാരണമായിട്ട് മാറും. ഗിഫ്റ്റ് എന്നത് ജർമ്മൻ ഭാഷയിൽ വിഷം എന്നാണ്. പലപ്പോഴും ഇംഗ്ലീഷിലെ ഗിഫ്റ്റ് ജർമ്മനിയിൽ വിഷമാകുന്നത് പോലെ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് കുട്ടികൾക്ക് വിഷമാകാറുണ്ട്. പ്ലീസ് ഡോണ്ട് ഗിഫ്റ്റ് എ ഫോൺ. അടുത്ത കാര്യം, 4ാമത്തെ കാര്യം, 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഫോൺ ആവശ്യമില്ല. അവർക്ക് എന്തെങ്കിലും വീഡിയോ കാണാം, അവരുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാം, അതെല്ലാം മാതാപിതാക്കളുടെ ഫോൺ ഉപയോഗിക്കണം. നിങ്ങൾ അത് അങ്ങോട്ട് എടുത്ത് കൊടുക്കണം. വിളിച്ചോ, ഇതിൽ നിന്ന് വിളിച്ചോ, ഇതിൽ നിന്ന് നീ വീഡിയോ കണ്ടോ എന്ന് പറയണം. അത് 1 മണിക്കൂർ, അത്രയും മതി, ധാരാളം. സ്വന്തമായിട്ടൊരു ഫോൺ അവർക്ക് ആവശ്യമില്ല. അത് നിങ്ങൾ തിരിച്ചറിയണം. ഇനി നിങ്ങൾ ആ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തെല്ലാം അവൻ കണ്ടു, എന്തെല്ലാം അതിൽ കേട്ടുവെന്ന് അതിൻ്റെ ചാറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ബ്രൗസിംഗ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാതെ നിങ്ങൾ വാങ്ങണം. നിങ്ങൾ പോയിട്ട് കുട്ടി ഫോൺ തന്ന ഉടനെ അതിൻ്റെ ബ്രൗസിംഗ് ഹിസ്റ്ററി ഒന്ന് നോക്കണം. അവൻ ഏതെല്ലാം വെബ്സൈറ്റിൽ പോയിട്ടുണ്ട്, ഏതെല്ലാം വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഏതെല്ലാം ലൈക്ക് അടിച്ചിട്ടുണ്ട്, ഏതെല്ലാം കാര്യത്തിനകത്താണ് അവൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമ്മമാർക്കും അപ്പന്മാർക്കും ഈ ടെക്നോളജി അറിയില്ലെങ്കിൽ കുട്ടികളോട് തന്നെ പറയണം, ഇതെനിക്ക് പഠിപ്പിച്ചതാടാ, എങ്ങനെയാണ് ഇതിനകത്ത് ബ്രൗസിംഗ് ഹിസ്റ്ററി എടുക്കേണ്ടത്. കുട്ടി പറയും ഇതൊന്നും അമ്മ അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവന് പിന്നെ ഫോൺ കൊടുക്കരുത്. അവൻ ഫോൺ നിങ്ങൾക്ക് തരുമ്പോൾ ബ്രൗസിംഗ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്താണ് തരുന്നതെങ്കിൽ പിന്നെ അവൻ ആ ഫോൺ കൊടുക്കരുത്. കൊടുക്കുമ്പോൾ പറയണം, എൻ്റെ മക്കൾക്ക് ഞാൻ ഫോൺ കൊടുക്കും, അവരെ ഫോൺ ഉപയോഗിച്ചിട്ട് എനിക്ക് തിരിച്ചു തരുമ്പോൾ ഞാൻ ആ ബ്രൗസിംഗ് ഹിസ്റ്ററി നോക്കും. ഇവർ ഏതൊക്കെ സൈറ്റിൽ പോയിട്ടുണ്ട്, ആർക്കൊക്കെ ലൈക്ക് അടിച്ചിട്ടുണ്ട്, ഏതൊക്കെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ ബോധ്യം അവർക്കുള്ളത് കൊണ്ട് അവർ ശ്രദ്ധിക്കും. കൂടുതൽ കാര്യങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.